സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? മിസ് വിസിബിൾ ആണ്. ഇന്നപ്പോൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡാണ് മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തന്നെ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. മൊഡ്യൂൾ 5 എളുപ്പമുള്ള മൊഡ്യൂളാണ്, വളരെ കുറച്ച് പ്രോബ്ലമേ ഉള്ളൂ. അതിൽ ഓൾറെഡി നിങ്ങളിപ്പം സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഡയറക്റ്റ് ഈ ഒരു മൊഡ്യൂൾ 5 വരുന്നുള്ളൂ. മൊഡ്യൂൾ 5 നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യൻ വരുമ്പം മാറിപ്പോകരുത്. അതായത് ഇപ്പോൾ ഒരു ബീം അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഒക്കെ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് അനലൈസ് ദ സ്ട്രക്ചർ യൂസിങ് സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡാണ്. അതുപോലെ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 5 നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം പേരിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ്. മാറിപ്പോകരുത് രണ്ടും തമ്മിൽ. അപ്പോൾ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് മൊഡ്യൂൾ 5 ഞാൻ കുറച്ച് തിയറി പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എക്സാമിന് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ ഒരു മെമ്പറിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും ഒരു ഇങ്ങനെയാണ് നമ്മളുടെ കോർഡിനേറ്റ്സ് എങ്കിൽ എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? ഇത് 1 2 3 4. ഏതൊരു ബീം എലമെന്റിന്റെ അല്ലെങ്കിൽ ഏതൊരു എലമെന്റിന്റെയും കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലാണെങ്കിൽ ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും റൊട്ടേഷനും അങ്ങനെ രണ്ടെൻഡിലും 4 കോർഡിനേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. ഇതിന്റെ എലമെന്റ്സ് ഒക്കെ ഇതുപോലെ ആയിരിക്കും. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഡെറിവേഷനൊക്കെ വരുന്നത് മൊഡ്യൂൾ 5 സ്റ്റാർട്ടിങ്ങിലാണ്. ഞാനത് മൊഡ്യൂൾ 4 പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ അത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മൊഡ്യൂൾ മാറിപ്പോകരുത്. ഈ ഒരു മെട്രിക്സിന്റെ ഡെറിവേഷൻ ഒക്കെ വരുന്നത് മൊഡ്യൂൾ 5 അപ്പൊ ഇതായിരുന്നു ആ ഒരു മെട്രിക്സ്. ഇതായിരുന്നു ഈ ഒരു മെട്രിക്സ്. ഈ മെട്രിക്സ് നിങ്ങൾ പഠിക്കാം. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ആകെ മൊമെന്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇത് ഈ കോർഡിനേറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ആകെ ഒരു റൊട്ടേഷണൽ കോർഡിനേറ്റ്സ് മാത്രം എടുത്തിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതിയായിരുന്നു. എന്തായിരുന്നു? EI/L ഇൻറ്റു 2 1 1 2 അങ്ങനെ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തായിരുന്നു. എന്തിന്റെ കേസിൽ? കോർഡിനേറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണെങ്കിൽ മാത്രം. അപ്പൊ ഈ ഒരു ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ്സ് എല്ലാ തന്നിട്ടുള്ള സ്ട്രക്ചറിന്റെ ജോയിന്റുകൾ മാർക്ക് ചെയ്യുക, ജോയിന്റുകൾ നോഡുകൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ജോയിന്റുകളിൽ നമ്മൾ ഈ പറയുന്ന കോർഡിനേറ്റ്സ് കൊടുക്കും. അത് സപ്പോർട്ട് ആകാം, ജോയിന്റ്സ് ആകാം, അവിടെ എല്ലാം കോർഡിനേറ്റ്സ് കൊടുക്കുക. ആ കോർഡിനേറ്റ്സിൽ കോമൺ ആയിട്ട് നമ്മൾ എന്തെഴുതും? ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതും, ഡയറക്ട്ലി ഈ ഒരു മെട്രിക്സ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഇതിൽ ഏതൊക്കെ കോർഡിനേറ്റ്സിലാണ് ആക്ച്വലി ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്? നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് നമ്മുടെ എന്ത്? അൺനോൺ അല്ലെ? ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര അൺനോൺസ് ഉണ്ടോ അത്രയും അൺനോൺ കാണാൻ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം യൂസ് ചെയ്യും. അപ്പൊ ഏതൊക്കെ കോർഡിനേറ്റ്സിലാണോ ആ ഡിഗ്രി ഓഫ് ഫ്രീഡം, ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഫൈനലി ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതും. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഡയറക്ട്ലി ഞാൻ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു മെട്രിക്സ് നിങ്ങൾ പഠിക്കാൻ നല്ലോണം. ഇത് ഓർത്തിരിക്കുക. വേറെ കൺഫ്യൂഷൻ ഒന്നും ഈ പ്രോബ്ലത്തിൽ വരില്ല. ഈ മൊഡ്യൂളിൽ കുറച്ച് ഈ മെട്രിക്സുകളൊക്കെ വാല്യൂസ് പഠിച്ചു വയ്ക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പ്രോബ്ലം ബീമാണ്. ഇതിലാകെ ബീംസും ഫ്രെയിംസും മാത്രമേ പഠിക്കാനുള്ളൂ, ട്രസ് ഇല്ല.
ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് തന്നിട്ടുള്ളത്? ഇതൊരു കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീമിൽ എ ബി എന്ന് പറയുന്ന സ്പാനിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് 2 മീറ്ററും ഇപ്പുറം 4 മീറ്ററും. ദെൻ ബി സിയുടെ സ്പാൻ 4 മീറ്റർ ആൻഡ് സി ഡിയുടെ സ്പാൻ 2 മീറ്റർ. ഐ വാല്യൂസ് തന്നിട്ടുണ്ട്. ഐ വാല്യൂ ഫസ്റ്റ് എലമെന്റിന്റെ 2i, ബി സിയുടെ ഐ ആൻഡ് സി ഡിയുടെ ഐ. ഇത്തരം കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ബീമില് 3 മെമ്പേഴ്സ് ഉണ്ട്. അതായത് എ ബി, ബി സി, സി ഡി. എ ബിയിൽ എന്തൊക്കെയാണ്? എ ബിയിൽ നമുക്ക് എന്തറിയാം? എ ബിയിലൊരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്. അത് സിമെട്രിക് ആയിട്ടല്ല വന്നിട്ടുള്ളത്. ലെഫ്റ്റിലേക്ക് 2 മീറ്ററും റൈറ്റിലേക്ക് 4 മീറ്ററും. ബി സിയിൽ യു ഡി എൽ. സി ഡി എന്ന് പറയുന്നത് ഒരു ഓവർഹാങ് പോർഷൻ ആണ്. ഓവർഹാങ് പോർഷന്റെ ഫ്രീ എൻഡിൽ കോൺസെൻട്രേറ്റ് ലോഡായിട്ട് 60 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പാൻ തന്നിട്ടുണ്ട്, ഐ വാല്യൂസ് തന്നിട്ടുണ്ട്. എ ബിയുടെ ഐ വാല്യൂ എത്രയാണ്? 2i ആണ്. ബി സിയുടെ ഐയും സി ഡിയുടെ ഐയും. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എലമെന്റ്സ്, നോഡുകൾ, കോർഡിനേറ്റ്സ്, ഇതെല്ലാം മാർക്ക് ചെയ്യാം. അപ്പൊ ആദ്യം തന്നിട്ടുള്ള ഫിഗറിന് എടുത്തു വരയ്ക്കുക. ഇതാണ് എലമെന്റ് 1, എലമെന്റ് 2. ഈ സി ഡി എന്ന് പറയുന്ന ഓവർഹാങ് പോർഷന്റെ ഫ്രീ എൻഡിൽ 60 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സി ഡി എന്ന് പറയുന്നത് ഫ്രീ ഒരു ഓവർഹാങ് പോർഷൻ അല്ല, അതിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ ആക്ട് ചെയ്യുന്ന ഫ്രീ ലോഡിനെ അല്ലെങ്കിൽ ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെ ഞാൻ സിയില് മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെയാണ് മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ? ലോഡ് ഇൻറ്റു സി തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് 2 മീറ്റർ. അപ്പം ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിയില് മൊമെന്റിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ എത്ര വരും മൊമെന്റ്? 60 ഇൻറ്റു 2, 120 കിലോ ന്യൂട്ടൺ. താഴോട്ടല്ലേ ലോഡ് ആക്ട് ചെയ്യുന്നത്? താഴോട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സിക്ക് അബൌട്ട് ആയിട്ട് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കില്ലേ? അപ്പൊ ഞാൻ അതിനെ ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട് കാണിക്കുകയാണ്. അതായത് ജോയിന്റ് സിക്ക് എബൌട്ട് ആയിട്ട് ഈ ഓവർഹാങ് പോർഷനിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ലോഡിനെ ഞാൻ സിയിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതെന്താണ്? ലോഡാണ് ആക്ച്വലി. വാല്യൂ എത്ര? 120 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ. അപ്പൊ എ ബി എന്ന് പറയുന്നത് എലമെന്റ് 1, ബി സി എന്ന് പറയുന്നത് എലമെന്റ് 2. ഇനി ലോഡുകൾ കാണിക്കുക. ഏതൊക്കെയാ? 90 കിലോ ന്യൂട്ടൺ, 2 മീറ്റർ, 4 മീറ്റർ. ഇവിടെ യു ഡി എല്ലും ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളതിൽ 90 കിലോ ന്യൂട്ടണും 80 കിലോ ന്യൂട്ടൺ പെർ മീറ്ററും മെമ്പർ ഫോഴ്സസ് ആണ്. ഈ 120 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന ഈ ഒരു മൊമെന്റ് അത് ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ്. ഓക്കെ, ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ്. അടുത്ത സ്റ്റെപ്പല്ല, ഇതിന്റെ കൂടെ തന്നെ വരുന്നത് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. കോർഡിനേറ്റ്സ് എങ്ങനെയാ മാർക്ക് ചെയ്യുക? ഞാൻ പറഞ്ഞു, ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും റൊട്ടേഷനും. ഇങ്ങനെ വേണം ഇതിൽ നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട്. എല്ലാ ജോയിന്റിലും ഓരോ വെർട്ടിക്കൽ കോർഡിനേറ്റും റൊട്ടേഷണൽ കോർഡിനേറ്റും. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. ഇനി ഇതിന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്പർ ചെയ്യുക. 1, 2, 3, 4, 5, 6. ഇത്രയാണ് സ്റ്റെപ്പ് 1 വരിക. ഇനി നോക്കുക, ഇതിൽ നമ്മൾ വരച്ചിട്ടുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ എയിൽ ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും റൊട്ടേഷനും വരച്ചു, ബിയിൽ ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും റൊട്ടേഷനും വരച്ചു, അതുപോലെ സിയിലും ഇതുപോലെ വരച്ചു. ഇനി നോക്കുകയാണെങ്കിൽ എ ശരിക്കും എന്താണ്? ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ? ഇല്ല
അല്ലെ. അപ്പം ഈ രണ്ട് കോർഡിനേറ്റും ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കോർഡിനേറ്റ്സിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡെൽറ്റ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ അതുകൂടെ എഴുതി വെക്കാം. Δ1 ഈക്വൽ ടു Δ2 ഈക്വൽ ടു 0. അതുപോലെ ബിയിൽ എന്താണ്, ബിയിൽ റൊട്ടേഷൻ എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇതെന്താണ്, റോളർ സപ്പോർട്ട് ആണ്. റോളർ സപ്പോർട്ടിൽ റൊട്ടേഷൻ ഉണ്ടാകും. റൊട്ടേഷൻ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഏതാണ്, 4 ആണ്. അപ്പം Δ4 എക്സിസ്റ്റ് ചെയ്യും, Δ3 എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ എന്താണ്, Δ3യും 0 ആണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 5ലും 6ലും എന്താ ഇവിടെ വന്നിട്ടുള്ളത്, റോളർ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൽ എന്താണ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ, ഇല്ല. അപ്പൊ Δ5 0 ആയിരിക്കും. Δ6 എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്, അവിടെ റൊട്ടേഷൻ ഉണ്ട്. Δ6ഉം എക്സിസ്റ്റ് ചെയ്യും. മൊത്തത്തിൽ ഉള്ള കോർഡിനേറ്റ്സ് എഴുതുക. ആ കോർഡിനേറ്റ്സിൽ ഏതൊക്കെയാണ് ആക്ച്വലി അവിടെ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം, ഏത് കോർഡിനേറ്റ്സിലാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുക, അതായത് എവിടെയാണ് ആക്ച്വലി ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. അപ്പൊ ഇവിടെ രണ്ടിടത്തും ഇതൊരെണ്ണം ഫിക്സഡ് എൻഡ് ആണ്, അവിടെ ഒരു തരത്തിലുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവുന്നില്ല. ബിയിലും സിയിലും റോളർ സപ്പോർട്ടിൽ രണ്ടിടത്തും റൊട്ടേഷൻ ഉണ്ടാവുന്നുണ്ട്. റൊട്ടേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഏതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്, Δ4ഉം Δ6ഉം. Δ4 എക്സിസ്റ്റ് ചെയ്യും, Δ6 എക്സിസ്റ്റ് ചെയ്യും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. എഴുതാം. Δ4 and Δ6 will exist. Δ1, Δ2. ഇതാണ് സ്റ്റെപ്പ് 1. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്. ഇനി അപ്പോൾ നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യണം. സ്റ്റിഫ്നെസ് മെട്രിക്സ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഇക്വേഷൻ ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ, വലിയൊരു ഇക്വേഷൻ. അപ്പൊ അതുപോലെ നമുക്ക് രണ്ട് എലമെന്റ് ഉണ്ട് ഇവിടെ, എലമെന്റ് 1ഉം എലമെന്റ് 2, ബിയും എ ബിയും ബി സി. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാം. അപ്പൊ Ke1 എന്ന് പറയുന്നത് എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ്. അപ്പൊ എ ബി എന്താണ്, ഇക്വേഷൻ എന്തായിരുന്നു, ഇതായിരുന്നു ഇക്വേഷൻ അല്ലെ. അപ്പം ഇതിൽ എന്തൊക്കെയുണ്ട്, 12EI/L3. അപ്പൊ ഓരോ മെമ്പറിനും വേരിയബിൾ ആയിട്ട് വരുന്നത് എന്താണ്, ഐയുടെ വാല്യൂ വേരി ചെയ്യുന്നുണ്ട്, എല്ലിന്റെ വാല്യൂ വേരി ചെയ്യുന്നുണ്ട് ഇല്ലേ. ഒരു മെമ്പറിന്റെ ലെങ്ത് വേരി ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു മെമ്പർ എടുക്കുകയാണെങ്കിൽ ഇവിടെ എ ബി എന്ന് പറയുന്നതിന്റെ മെമ്പറിന്റെ ലെങ്ത് 6 മീറ്റർ ആണ്, ബി സിയുടെ ലെങ്ത് 4 മീറ്റർ ആണ്. അപ്പൊ എല്ല് ഡിഫറെന്റ് ആണ്. അതുപോലെ ഐ നോക്കാം, എ ബിയുടെ ഐ 2I ആണ്, ബി സിയുടേത് ഐ ആണ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഏത് എലമെന്റ് ആണോ എടുക്കുന്നത് ആ എലമെന്റിന്റെ ഐ വാല്യൂ എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് Ke1ഉം Ke2ഉം കാണാം. അപ്പൊ എ ബി എന്ന് പറയുന്ന മെമ്പർ എടുക്കാൻ നേരം, എലമെന്റ് എടുക്കാൻ നേരം എ ബിയുടെ കോർഡിനേറ്റ്സ് കൂടെ കൺസിഡർ ചെയ്യുക. അപ്പൊ എ ബിയുടെ കോർഡിനേറ്റ്സ് എന്താണ്, ഇവിടെ 1 2 3 4 അല്ലെ. എ ബിന്റെ രണ്ട് എൻഡിൽ ഉണ്ടാകുന്ന കോർഡിനേറ്റ്സ്. അപ്പൊ എയിലെ കോർഡിനേറ്റ് 1 2, ബിയിലെ കോർഡിനേറ്റ് 3 4. നമ്മൾ ട്രസിന്റെ കേസിൽ മെട്രിക്സ് എഴുതാൻ നേരം മുകളിൽ അങ്ങനെ കോർഡിനേറ്റ്സും കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയില്ലേ, അതുപോലെ തന്നെ എഴുതി വെക്കാം. അപ്പൊ ഞാൻ Ke1 എഴുതാനായിട്ട്, Ke1 ഫസ്റ്റ് എലമെന്റിന്റെ ലെങ്ത് 6 മീറ്റർ ആണ്, ഐ വാല്യൂ 2I ആണ്. അപ്പൊ എല്ലും ഇതും കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിൽ ഞാൻ EI കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. EI കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. പക്ഷെ EI പുറത്തെടുക്കുമ്പോൾ ഐ വാല്യൂ ഫസ്റ്റ് എലമെന്റിന്റെ എന്താണ്, 2I ആണ് അല്ലെ. അപ്പൊ ഐ പുറത്തേക്ക് എടുത്താൽ 2 ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാത്തിലും ഐ വാല്യൂ 2I ആണ് ശരിക്കും. അപ്പൊ 2 ഉള്ളിലുണ്ട്, ഞാൻ ആ EI പുറത്തേക്ക് എടുത്തു, ഐ ശരിക്കും 2I ആണ്, 2 ഉള്ളിലുണ്ട്. മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ 12EI/L3 എന്ന് പറയുന്നത് എന്താ വരിക, ഒരു ടേം ഞാൻ കാണിച്ചു തരാം. 12EI/L3 ആണ്. 12EI/L3 12 ഇൻറ്റു ഇ, ഐ വാല്യൂ എന്താണ്, 2I/L 6 ക്യൂബ്. ഞാൻ EI ആണ് എല്ലാത്തിൽ നിന്നും പുറത്തെടുത്തിട്ടുള്ളത്. അപ്പൊ EI പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, 12/6 ക്യൂബ്. 12 ഇൻറ്റു 2/6
6 ക്യൂബ്. മനസ്സിലായോ? ഇതുപോലെ അപ്പം ഈ EI പുറത്തെടുത്താൽ 12 × 2/6 ക്യൂബ് ഉണ്ട്. അതുപോലെ ഞാൻ ഓരോ ടേമും എഴുതാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 × 2/6 ക്യൂബ്. രണ്ടാമത്തെ ടേം എന്താണ്? രണ്ടാമത്തെ ടേം -6EI/L². അപ്പൊ -6 × 2I/L. L എന്ന് പറയുന്നത് 6². ഇവിടുത്തെ 2 ഉണ്ട്, 6² ഉണ്ട്. അപ്പൊ -6 × 2/6². ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബാക്കി എല്ലാ ടേംസും ഞാൻ എഴുതാണ്. 12 × 2/6 ക്യൂബ് -6 × 2/6². സ്ക്വയറും ക്യൂബും ഒക്കെ മാറിപ്പോരുത്. അടുത്ത റോ ഇതാണ് ഫസ്റ്റ് എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോർഡിനേറ്റ് കൂടെ എഴുതാം. 1 2 3 4. ഇവിടെ 1 2 3 4. ഇതുപോലെ തന്നെ സെക്കൻഡ് എലമെന്റിന്റെ എഴുതാം. സെക്കൻഡ് എലമെന്റിന്റെ എഴുതാൻ നേരം ലെങ്ത് എത്രയാണ്? സെക്കൻഡ് എലമെന്റിന്റെ 4 മീറ്റർ. BC ആണ് രണ്ടാമത്തെ എലമെന്റ്. അതിന്റെ ലെങ്ത് 4 മീറ്റർ ആണ്. I വാല്യൂ I ആണ്. ഓക്കെ, അപ്പം L = 4ഉം I = Iയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് KE2 കിട്ടും. ഇവിടെയും ഞാൻ EI കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. എങ്ങനെ വരും? 12EI/L³ EI പുറത്തേക്ക് എടുത്തു. അപ്പൊ 12/L³. L എന്ന് പറയുന്നത് 4³ then -6EI/L². L² എന്ന് പറയുമ്പോൾ 4² EI പുറത്തുണ്ട്. അതുപോലെ വീണ്ടും -12EI/L³ EI പുറത്തെടുത്തു കഴിഞ്ഞാൽ 12/4³ then -6/4². -6/4². ഇതാണ് സെക്കൻഡ് എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ്. സെക്കൻഡ് എലമെന്റിന്റെ കോർഡിനേറ്റ്സ് എന്താ? ഇത് എലമെന്റ് 1ഉം ഇത് എലമെന്റ് 2 ആണ്. എലമെന്റ് 2ന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? BC ആണ്. BCയുടെ ബിയിൽ എന്തൊക്കെയാ വരുന്നത്? 3ഉം 4ഉം. സിയിൽ വരുന്നത് 5ഉം 6ഉം കോർഡിനേറ്റ്സ്. അപ്പൊ അതുകൂടെ മുകളിലായിട്ട് എഴുതി കൊടുക്കുക. 3 4 5 6 3 4 5 6. ഇനി നമുക്ക് എഴുതേണ്ടത് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ ഡയറക്റ്റ്ലി എഴുതുകയാണ് ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് ഇതിന് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് എവിടൊക്കെയാണ്? Δ4ഉം Δ6ഉം. 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. ഡിഗ്രി ഓഫ് ഫ്രീഡം = 2. അത് ഏതൊക്കെയാണ്? θBയും θCയും അല്ലേ? ബിയില് റൊട്ടേഷനും സിയിലെ റൊട്ടേഷനും ആണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെയാണ് ഞാൻ എന്ത് പറഞ്ഞത്? Δ4ഉം Δ6ഉം. കോർഡിനേറ്റ് 4ഉം 6ന്റെ ഡയറക്ഷനിലാണ് ആ θBയും θCയും വരുന്നത്. നമുക്ക് വരുന്ന ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൽ ഈ ഡിഗ്രി ഫ്രീഡത്തിന്, ഈ 2 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് മാത്രം എഴുതിയാൽ മതി. 4നും 6നും.
നമ്മുടെ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെ വരും? അതെങ്ങനെയാ വരിക? കെയുടെ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? 2/2 മെട്രിക്സ് ആയിരിക്കും, 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളതുകൊണ്ട്. കൂടാതെ അതിന്റെ ആ കറസ്പോണ്ടിങ് ടേംസ് എന്ന് പറയുന്നത് 4ഉം 6ഉം ആയിരിക്കും. അപ്പൊ ഈ എഴുതിയിട്ടുള്ള 2 സ്റ്റിഫ്നെസ് മെട്രിക്സിൽ നിന്ന് 4, 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് എഴുതാം. അപ്പൊ ആദ്യത്തെ ടേം എന്തായിരിക്കും? കോളത്തിൽ 4ഉം റോയിൽ 4ഉം, ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന എലമെന്റ് അല്ലേ? അപ്പം ഇതില് 4 വരുന്നത് ഏതാണ് എലമെന്റ്? ഇത് 4, ഇത് 4 അല്ലേ? നോക്കാം ഇവിടെ. ഇതാണ് ആ എലമെന്റ്. KE2 ഇല്ലേ? ഓ, അതിനകത്ത് ഫസ്റ്റ് കോളത്തിലെ തേർഡ് റോയിലുള്ളത് ക്യൂബ് ആണോ സ്ക്വയർ ആണോ? 12/6 ക്യൂബ്. ക്യൂബാ? ഇതല്ലേ ഇക്വേഷൻ? ഓക്കെ, ഇത് ക്യൂബാണ്. 12EI/L ക്യൂബ് 6EI/L സ്ക്വയറും. ഓക്കെ, മാർക്ക് ചെയ്താണ്. പിന്നെ 4EI/L-ഉം 2EI/L-ഉം. 6EI വരുമ്പം താഴെ L സ്ക്വയർ ആണ്, 12EI വരുമ്പം L ക്യൂബാണ്. അങ്ങനെ ഓർത്താൽ മതി. 12EI വരുമ്പം താഴെ L ക്യൂബ്, 6EI വരുമ്പോൾ L സ്ക്വയർ. പിന്നെ 4EIയും 2EIയും ആണ് ബാക്കിയുള്ളത്. അത് രണ്ടിലും താഴെ L ആണ് വരുന്നത്. ഓക്കെ. ഇവിടെ അപ്പൊ ക്യൂബാണ് വരുന്നത് കേട്ടോ. ബാക്കി കറക്റ്റ് അല്ലേ? ഇതൊന്ന് കറക്റ്റ് ചെയ്തോളൂ. ഇവിടെ 12EI/L ക്യൂബാണ്, 6 ക്യൂബാണ്. ഇനി നമുക്ക് എഴുതേണ്ടത് 4 കറസ്പോണ്ടിങ് ആയിട്ട് ഈ എലമെന്റ് ഉണ്ട്. സെക്കൻഡ് എലമെന്റ് മെട്രിക്സിൽ 4 കറസ്പോണ്ടിങ് ആയിട്ട് നാലാമത്തെ കോളം, നാലാമത്തെ റോയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ടേം ഉണ്ട്. അപ്പൊ ഇതിന്റെ സമ്മായിരിക്കും 4 ഇവിടത്തെയും കൂടെ സമ്മായിരിക്കും ഇവിടെ വരിക. അപ്പൊ എത്രയാ വരിക? ഇവിടെ 4/4 എന്ന് പറയുന്നത് 1. ഇവിടെ 4 × 2/6. കോമൺ ആയിട്ട് EI പുറത്തുണ്ട്. EI × 4 × 2/6 പ്ലസ് 4/4. അതുപോലെ അടുത്ത ടേം ഏതാണ്? 6, 4. 6 എന്ന് പറയുന്ന കോളം, 4 എന്ന് പറയുന്ന റോ. അപ്പൊ ആദ്യത്തെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 4 വരെ ഉള്ളൂ, 5ഉം 6ഉം ഇല്ല. 6 വരുന്നത് സെക്കൻഡ് എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സിൽ മാത്രമാണ്. 6ഉം 4ഉം അല്ലെ? 6ഉം 4 ആയിട്ട് വരുന്നത് 2/4, ഈ ഒരു എലമെന്റ്. ഓക്കെ, അപ്പം 6ഉം 4ഉം. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഇത്ര എഴുതിയിട്ട് പെൻസിൽ ഉണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് സ്ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാക്കി ഇപ്പൊ നമുക്ക് 4നും 6നും കറസ്പോണ്ടിങ് ആയിട്ടല്ലേ വേണ്ട. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാം. ഇവിടെ നോക്ക്, 2 വേണ്ട, നമുക്ക് 3 വേണ്ട. അപ്പൊ ഇവിടെ വരുന്നത് ഏതൊക്കെയാണ്? 4നും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇനി ഇവിടെയും 4ഉം 6ഉം ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പതുക്കെ സ്ട്രൈക്ക് ചെയ്ത് കളയാം. അതായത് ഈ ഒരു കോളം വേണ്ട, നമുക്ക് ഈ ഒരു കോളം വേണ്ട. 6 നമുക്ക് വേണം, 4 വേണം. ഇവിടെ 3 നമുക്ക് വേണ്ട, 4 വേണം, 5 വേണ്ട, 6 വേണം. അപ്പം ബാക്കി പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എലമെന്റ്സ് നോക്കാൻ എളുപ്പമുണ്ടാകും, ബാക്കി കൺഫ്യൂഷൻ വരാതെ. അപ്പൊ ഇനി എന്താണ് വേണ്ടത്? 4ഉം 6ഉം 6ഉം 4ഉം അല്ലെ? രണ്ടാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ കോളം 6, റോ 4. കോളം 6ഉം റോ 4ഉം 2/4. ആ ഒരു എലമെന്റ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് 2/4 എഴുതി. ഇനി വരുന്നത് കോളം 4ഉം റോ 6ഉം. അതേതാ? ഇതിൽ അങ്ങനെ ഒന്നും വരുന്നില്ല. ഇതിലാകെ ഒരു ടേമേ വരുന്നുള്ളൂ. ഇതിലെന്താണ്? 4 ഉണ്ട്, 6 ഉണ്ട്. ഇത് എത്രയാ? 2/4. ആ 2/4 ഞാൻ എഴുതി. പിന്നെ 6/6. 6/6 എന്ന് പറയുന്നത് 6th കോളം 6th റോ, 4/4. ആ വാല്യൂ കൂടെ എഴുതി. ഇനി ഇതിനെ ഓർഡർ ആക്കി എഴുതാം. EI × എത്രയാണ്? 4 × 2/6 എന്ന് പറഞ്ഞാൽ 8/6. 4/3, 4/3 + 1 7/3. ദെൻ 2/4 എന്ന് പറഞ്ഞാൽ 1/2, 1/2, 1. ഇതാണ് എന്ത്? നമ്മുടെ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്. ക്ലിയർ ആണോ എല്ലാവർക്കും? K വരുന്നത് ഒന്നുകൂടി പറയോ? K വരുന്നത്
അതായത് നമുക്ക് എവിടേക്കാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് ആ എലമെന്റ്സിന് അല്ലെങ്കിൽ ആ കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സിലെ വാല്യൂ മാത്രം നമുക്ക് എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ രണ്ട് സ്റ്റിഫ്നെസ് മെട്രിക്സുകൾ ഉണ്ട്. ഏതൊക്കെയാ? KE1 KE2. ഇതിൽ ഞാൻ കോർഡിനേറ്റ്സ് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ കോർഡിനേറ്റ് 1 2 3 4, ഇവിടെയും 1 2 3 4 ആണ്. അപ്പൊ ഇതില് പിന്നെ വരുന്നതിൽ, അതായത് രണ്ടാമത്തെ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സിൽ 3 4 5 6. ഇതിൽ നമുക്ക് ഇപ്പൊ 4 6 ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. അതായത് തീറ്റ ബിയും തീറ്റ സിയും ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. അപ്പം ഡിയിലെ റൊട്ടേഷനും സിയിലെ റൊട്ടേഷനും, ഡിയിലെ റൊട്ടേഷൻ കാണിക്കുന്ന കോർഡിനേറ്റ് ആണ് 4, സിയിലെ റൊട്ടേഷൻ കാണിക്കുന്ന കോർഡിനേറ്റ് ആണ് 6. അപ്പൊ 4ഉം 6ഉം ആണ് നമ്മുടെ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ആ കോർഡിനേറ്റ്സ്, നമുക്ക് ആ ഒരു വാല്യൂസ് നമുക്ക് വേണ്ടത് 4നും 6നും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പം ആദ്യം കെ മെട്രിക്സ് എഴുതാൻ നേരം തന്നെ കോർഡിനേറ്റ്സ് എഴുതി വെക്കുക 4 6 4 6. ഇനി ഈ 4 ഇതിൽ ഇപ്പം ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 4ഉം 4ഉം അല്ല, അതായത് കോളത്തിൽ 4ഉം റോയിൽ 4ഉം വരുന്ന ആ എലമെന്റ്സിനെ നമ്മൾ എടുക്കാം. അപ്പൊ ആദ്യത്തെ എലമെന്റ് മെട്രിക്സ് നോക്കുമ്പോൾ ഇവിടെ ഒരു 4 ഉണ്ട്. നോക്കാം, ഇവിടുത്തെ 4ഉം ഈ 4ഉം, ഇത് ഈ രണ്ട് 4ഉം കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന കോളത്തിലെ 4, നാലാമത്തെ കോളം നാലാമത്തെ റോവും കൂടെ ഇന്റർസെക്ട് ചെയ്ത് വരുന്ന ആ എലമെന്റ് ഇവിടെ ഉണ്ട്. അതാണ് 4 × 2/6. അതുപോലെ രണ്ടാമത്തെ മെട്രിക്സിലും അതുപോലെ തന്നെ ഒരു വാല്യൂ വരുന്നുണ്ട്. ദാ ഇവിടെ 4th കോളം 4th റോ, ദാ ഈ ഒരു എലമെന്റ്. ഇത് രണ്ടിന്റെയും സം ആയിരിക്കും. അതായത് 4/4 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ രണ്ട് സ്റ്റിഫ്നെസ് മെട്രിക്സിലും ഉണ്ട്. അതിന്റെ സം ആയിട്ട് എഴുതി ഞാൻ ഫസ്റ്റ് എലമെന്റ്. ഓക്കെ, അതാണ് 4 × 2/6ഉം ഈ 4/4ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് വാല്യൂ കിട്ടിയത്. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 6 4, അതായത് ആറാമത്തെ കോളം 4th റോ. അപ്പൊ 6th കോളം എന്ന് പറയുന്നത് ആദ്യത്തെ മെട്രിക്സിൽ 6th കോളം ഇല്ല, ആകെ കോർഡിനേറ്റ്സ് 4 വരെ ഉള്ളൂ ഇവിടെ. രണ്ടാമത്തെ സ്റ്റിഫ്നെസ് മെട്രിക്സിലാണ് 6 വന്നിട്ടുള്ളത്. 6ഉം കോളം 6ഉം റോ 4ഉം, കോളം 6 റോ 4. അപ്പൊ ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്ത് വരുമ്പോൾ ഇവിടുത്തെ വാല്യൂ ഏതാണ്? 2/4. അതാണ് 2/4 എടുത്ത് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നാലാമത്തെ കോളവും ആറാമത്തെ റോയും. അപ്പൊ നാലാമത്തെ കോളം എന്ന് പറയുന്നത് ഇവിടെ 4, ഇതാണ് 4, ഇതാണ് 4th കോളം. അതുപോലെ ആറാമത്തെ റോ 4th കോളം 6th റോ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? 2/4. 2/4 ആണ് ആ വാല്യൂ വരിക. പിന്നെ ലാസ്റ്റ് വരുന്നത് 6th കോളം ആൻഡ് 6th റോ. 6th കോളം ഇവിടെ 6, ഇവിടെ 6, ഇത് രണ്ടും കൂടെ വരുന്ന വാല്യൂ ഏതാണ്? 4/4. ആ ഒരു 4/4 ആണ് ലാസ്റ്റ് നമ്മുടെ വാല്യൂ വന്നിട്ടുള്ളത്, 4/4. ഞാനിത് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് 4ഉം 6ഉം മാത്രമല്ല. അപ്പൊ ആ വാല്യൂസ് എടുക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ സ്ലൈറ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് കോളം നമുക്ക് ആവശ്യമില്ല, സെക്കൻഡ് കോളം നമുക്ക് ആവശ്യമില്ല, അതായത് കോർഡിനേറ്റ്സ് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റിലെ വാല്യൂ ആവശ്യമില്ല, സെക്കൻഡ് കോർഡിനേറ്റിലെ വാല്യൂ ആവശ്യമില്ല, തേർഡ് കോർഡിനേറ്റിലെ വാല്യൂ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് 4th ആണ്. ഞാൻ 4th സ്ട്രൈക്ക് ചെയ്യാതെ വെച്ചു. ഇനി ഇതിൽ കോളം റോ നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്, ഇത് സ്ട്രൈക്ക് ചെയ്ത് കളയാ. സെക്കൻഡ് കോർഡിനേറ്റ് ഇത് സ്ട്രൈക്ക് ചെയ്ത് കളയാ. തേർഡ് കോർഡിനേറ്റ് ഇതും സ്ട്രൈക്ക് ചെയ്ത് കളയാം. അപ്പൊ പിന്നെ 4ഉം വരുന്ന ഈ ഒരു വാല്യൂ മാത്രം ബാക്കിയുണ്ടാവും. അതങ്ങനെ സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് വാല്യൂസ് എടുക്കുമ്പോൾ ഇനി മാറിപ്പോകണ്ടെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് വാല്യൂസ് എഴുതുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. ഇനി നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പി മെട്രിക്സ് എഴുതാണ്. പി മെട്രിക്സ് എഴുതാനായിട്ട് ഓൾറെഡി ഇക്വേഷൻ നമ്മൾ പറയുന്നുണ്ട്. പി എന്ന് പറയുന്നത് PJ - PL. PJ എന്ന് പറയുന്നത് നമുക്കുള്ള ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. L എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മെമ്പർ ഫോഴ്സ് കാരണം ജോയിന്റിൽ ഉണ്ടാകുന്ന ലോഡ്. PJ എന്ന് പറയുന്നത് ജോയിന്റിൽ ഓൾറെഡി ആക്ട് ചെയ്യുന്ന ലോഡ്. PL എന്ന് പറയുന്നത് മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ജോയിന്റിൽ വരുന്ന ലോഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ആദ്യം നമുക്ക് തന്നിട്ടുള്ള മെമ്പർ എങ്ങനെയാണ്?
ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? പി ജെ എന്ന് പറയുന്നത് ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. ഇതാണ് എൻ്റെ എ ബി സി 3 ജോയിന്റ്. എ എന്ന് പറയുന്ന ജോയിന്റിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ജോയിന്റിൽ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ എവിടെയെങ്കിലും ജോയിന്റിൽ ലോഡ് തന്നിട്ടുണ്ടോ? ജോയിന്റിൽ ലോഡ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ജോയിന്റിൽ ലോഡ് ഉണ്ടോ? ശിവപ്രിയ? ഇല്ല ഇല്ല ഇല്ല. ലോഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? യൂണിഫോം ലോഡ് അങ്ങനെയുള്ളതല്ലേ? ഓക്കെ, അത് യൂണിഫോം ലോഡ് എന്നൊക്കെ പറയുന്നത് മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ്. യു ഡി എൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ്. മൊമെന്റ് ആക്ച്വലി മൊമെന്റ് ടൈപ്പ് ഓഫ് ലോഡാണ് അല്ലേ. ഇതിപ്പോ എക്സ്റ്റേണലി നമ്മൾ ആ ഒരു തന്നിട്ടുണ്ടായിരുന്നു, ഓവർ ഹാങ് പോർഷനിൽ ഒരു ലോഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ ലോഡിനെ കൺവേർട്ട് ചെയ്ത് ജോയിന്റ് ലോഡ് ആക്കി എഴുതിയിട്ടുള്ളതാണ് ഈ 120 kN എന്നുള്ള ജോയിന്റ് ലോഡ്. അത് മൊമെന്റും ഒരു ജോയിന്റ് ലോഡാണ്. മനസ്സിലായോ? മൊമെന്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അത് നമുക്ക് ലോഡ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് ലോഡായിരിക്കും. നമ്മൾ കാണുന്നത് ലാസ്റ്റ് കണ്ടുപിടിച്ച് വരുന്ന മൊമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഫൈനലി ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കുന്നില്ലേ, ആ മൊമെന്റ് എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ആ ബീമിൽ ഉണ്ടാവുന്ന റെസിസ്റ്റിംഗ് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ഓവർ ഹാങ് പോർഷനിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ ലോഡിനെ ഞാൻ മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ജോയിന്റിലേക്ക് കാണിച്ചിട്ടുള്ളതാണ് ഈ 120 kN. അപ്പൊ അത് ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് അതെന്താണ്? എക്സ്റ്റേണൽ ലോഡാണ്. ശരിയല്ലേ? ഇപ്പൊ ഇവിടെ ജോയിന്റ് സിയിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അത്? മൊമെന്റ് ആണ് 120 kN. മനസ്സിലായോ? അപ്പൊ പി ജെ എന്ന് പറയുന്നത് ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. ആ ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഇവിടെ സി എന്ന് പറയുന്ന ജോയിന്റിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് 120 kN. മൊമെന്റ് ആണെന്നേ ഉള്ളൂ അത്. മനസ്സിലായോ? പിന്നെ എ ബിയിലും ബി സിയിലും വരുന്ന കോൺസെൻട്രേറ്റഡ് ലോഡും യൂണിഫോം യു ഡി എല്ലും മെമ്പർ ഫോഴ്സുകളാണ്. ആ മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ നമുക്ക് ഈ മെമ്പർ ഫോഴ്സിനെ പി എൽ എന്ന് പറയുന്നത് മെമ്പർ ഫോഴ്സ് കാരണം ജോയിന്റിൽ ഉണ്ടാവുന്ന ലോഡ്. അതെങ്ങനെയാ? ഫിക്സഡ് ആൻഡ് മൊമെന്റ് കണ്ടുപിടിക്കും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടൈം ആയില്ലേ? ബാക്കി നമുക്ക് 6th അവർ ഡിസ്കസ് ചെയ്യാം, ഇതേ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു.